പാകിസ്ഥാൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അങ്ങോട്ട് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാം. പാകിസ്ഥാൻ എന്താക്രമിക്കും? പാകിസ്ഥാൻ ഇവിടുത്തെ സിവിലിയൻസിനെ ആക്രമിക്കും. അല്ല, അതാ ചോദിച്ചാൽ അവർ നേരിടുന്നൊരു വെല്ലുവിളി നമ്മൾ കാണാതിരുന്നത്. കാര്യം ഇന്ത്യക്ക് നമ്മൾ ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് പറയാം. കാര്യം ആവശ്യത്തിന് ഭീകര കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ, ഭീകരവാദികളൊക്കെയുള്ള സ്ഥലമാണ്. അവരുടെ ആസ്ഥാനങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഭീകരവാദികളായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളുകളാണുള്ളത്. അവരുടെ ആസ്ഥാനങ്ങൾ നമുക്ക് അവിടെ അടിക്കാം. പക്ഷേ അവർക്ക് അതിന് മറുപടി നൽകിയേ കഴിയുള്ളൂ. കാര്യം അവരുടെ സ്ഥലത്താണ് ആക്രമണം നടത്തുന്നത്. പക്ഷേ അവർക്ക് വേറെ വഴിയില്ല. അവർ ഒന്നുകിൽ സിവിലിയൻസിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കണം. അവരിവിടെ ഏത് ഭീകരരെ ആക്രമിക്കും? പക്ഷെ വായത്ത് വേറൊരു സംഗതി കണ്ടോ, ഇവര് ആരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചാലും ഇതൊന്നും നടക്കുന്നില്ല. അത് ഓക്കെ. അല്ല, ഒരു ഭീകര കേന്ദ്രത്തിന്റെ ഒരു ധർമ്മസങ്കടമാണ് ഈ പറയുന്നത്. കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഇപ്പം അമേരിക്ക ബിൻലാദന്റെ ആയിക്കോട്ടെ, മറ്റേത് കാര്യങ്ങളായിക്കോട്ടെ, പാകിസ്ഥാനിൽ കയറി ആണ് ആക്രമണം നടത്തുന്നത്. ബിൻലാദനെ കൊന്നതൊക്കെ പാകിസ്ഥാനിനകത്ത് വെച്ച് തന്നെയാണ് ഒറ്റവാതിൽ ചെയ്തു. അവർക്ക് എന്ത് പറയാൻ കഴിയും? അല്ല, അവര് തിരിച്ച് നമ്മുടെ സിവിലിയൻസിനെ ആക്രമിക്കുക, നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക. സ്വാഭാവികമായിട്ടും വഴിയില്ല. പാങ്ങളുടെ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കണേ. എവിടെ ആക്രമിക്കുമെന്ന് ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ തിരിച്ച് സൈനിക കേന്ദ്രങ്ങളിലും സിവിലിയൻസിനെ ആക്രമിക്കും. സിവിലിയൻസിനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ ഇപ്പോൾ ഇത് ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് നാണം, പാകിസ്ഥാൻ എന്ത് മാനം. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, ഒരു അലങ്കാരം മാത്രമാണ്. അവരത് അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നും.